ഇനി കോവിഡ് വാർത്ത. സംസ്ഥാനത്ത് 385 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം ബാധിച്ചാകെ 2799 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. രാജ്യത്ത് ഇന്നലെ 702 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് ഓർമ്മപ്പെടുത്തി. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്നലെ 385 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു മരണവും ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2799 ഇന്ത്യയിൽ ഇന്നലെ 702 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കാരണം ഈ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളെക്കാൾ കൂടുതലാണ്. ഇന്നലെ ഇന്ത്യയിൽ 692 പേർ കോവിഡ് രോഗമുക്തി നേടി. കേരളത്തിൽ 539 പേർക്കും രോഗം ഭേദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗം പിടിപെട്ടാലും പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടുന്നുണ്ട്. കൂടുതൽ ആളുകളും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ഒന്നും തന്നെ പോകുന്ന സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. JN1 വകഭേദമാണ് ഈ രോഗ വ്യാപനത്തിന് കാരണം. കേരളത്തിൽ 7 പേർക്കാണ് നിലവിൽ JN1 വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിൽ അത്തരമൊരു നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാഹചര്യം കൃത്യമായി ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ഒരു നിയന്ത്രണങ്ങളിലേക്കും കൂടുതൽ നിർദ്ദേശങ്ങളിലേക്കും പോകുമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. SKN. താങ്ക് യു പ്രതീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.